കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിച്ചു. 28 ദിവസം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവം തൃക്കലശാട്ടോടെയാണ് സമാപിച്ചത്. അക്കരെ സന്നിധാനത്ത് തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവം സമാപിച്ചത്. ബുധനാഴ്ച രാവിലെ വാകചാർത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പതിവ് പോലെ തന്നെ ചടങ്ങുകൾ തുടർന്നു. തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം വിളക്കുകൾ കെടുത്തി. ഇതോടൊപ്പം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു. നമ്പീശൻ, വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ 4 തൂണുകൾ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ നിക്ഷേപിച്ചതോടെ മണിത്തറ തൃക്കലശാട്ടിനൊരുങ്ങി. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിലാടി. മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടത്തി. പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും നൽകുന്നതോടൊപ്പം ആടിയ കളഭവും നൽകി. 1 ചെമ്പ് നിവേദ്യച്ചോറും കടുംപായസവും തിടപ്പള്ളിയിലിരുന്ന കുടിപതികൾ കഴിച്ചു. മുളക്, ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന തണ്ടുമ്മൽ ഊണ് എന്ന ചടങ്ങാണ് ഇത്. തുടർന്ന് കൂത്തരങ്ങിൽ വെച്ച് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്തിനുള്ള ഏറ്റുവാങ്ങൽ നടത്തിയ ശേഷം അമ്മാറക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം നടത്തി. അതിനുശേഷം ആചാര്യന്മാരിൽ ഒരാൾ യാത്രാബലിയും നടത്തി. യാത്രാബലിക്ക് മുൻപ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടാങ്ങളുമല്ലാതെ ബാക്കി എല്ലാവരും അക്കരെ സന്നിധാനത്തിൽ നിന്ന് പുറത്തു കടന്നു. ഭണ്ഡാരങ്ങളും വാളുകളും ആദ്യം ഇക്കരയ്ക്ക് കടന്നു. തുടർന്ന് മണത്തണ കരിമ്പന ഗോപുരത്തിലേക്ക് എഴുന്നള്ളിച്ചു. മുഴിയൂട്ടിലം സുരേഷ് നമ്പൂതിരി പരാശക്തിയുടെ വാൾ മുതിരേരിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. ഇനി 11 മാസത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും അക്കരെ സന്നിധാനം ഉണരുക. അതുവരെ കാനനഭൂമിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.